ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു രാജസ്ഥാൻ റോയൽസ് പരിശീലക സ്ഥാനമൊഴിയാനുള്ള രാഹുൽ ദ്രാവിഡിന്റെ തീരുമാനം. അപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ദ്രാവിഡ് രാജിവെച്ചതോടെ ടീം വിടാനുള്ള തീരുമാനത്തിൽ നിന്നും നായകനായ സഞ്ജു സാംസൺ പിന്മാറുമോ? ദ്രാവിഡുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ടീം വിടാൻ സഞ്ജുവിനെ പ്രേരിപ്പിക്കുന്നതെന്ന ശക്തമായ അഭ്യൂഹങ്ങളാണ് ഇതിന് കാരണം. എന്നാൽ പരിശീലക സ്ഥാനത്ത് രാഹുൽ ഇല്ലെങ്കിലും സഞ്ജു ഇനി രാജസ്ഥാനിൽ തുടരാനുള്ള സാധ്യതകൾ കുറവാണെന്ന് പറയേണ്ടി വരും. മാനേജ്മെന്റുമായി സഞ്ജു ഇടയാനുള്ള കാരണം ദ്രാവിഡ് അല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ വില്ലൻ ഇപ്പോഴും രാജസ്ഥാൻ കൂടാരത്തിൽ തന്നെ തുടരുകയാണെന്നർത്ഥം. യുവ ഇന്ത്യൻ ഓൾറൗണ്ടർ റിയാൻ പരാഗാണ് രാജസ്ഥാൻ റോയൽസ് ടീമിലെ ഏറ്റവും വലിയ വില്ലനെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ റോയൽസിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് പരാഗ്. എന്തുകൊണ്ട് പരാഗ് വില്ലനാകുന്നു എന്നല്ലേ? സഞ്ജു സാംസൺ ഉൾപ്പെടെ റോയൽസിലെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ടീം മാനേജ്മെന്റിൽ വലിയ സ്വാധീനമുള്ള താരമാണ് പരാഗ്. ഇതിന് പ്രധാന കാരണം പരാഗിന്റെ അമ്മാവൻ രഞ്ജിത്ത് ബർത്താക്കൂറിന്റെ രാജസ്ഥാനിലെ സാന്നിധ്യം തന്നെ. റോയൽസ് ടീമിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ റോയൽസിന്റെ തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനം ഉണ്ടാക്കാനും ബർത്താക്കൂറിന് സാധിക്കാറുണ്ട്. കഴിഞ്ഞ IPL സീസണിൽ പരിക്ക് കാരണം സഞ്ജുവിന് ചില മത്സരങ്ങൾ നഷ്ടമായപ്പോൾ നായകനായി നറുക്കു വീണത് പരാഗിനായിരുന്നുവെന്നത് ഈ വാദത്തിന് ശക്തി പകരുന്നു. സഞ്ജു കഴിഞ്ഞാൽ ടീമിലെ കൂടുതൽ സീനിയറായ താരം യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ ആണ്. IPL-ൽ രാജസ്ഥാന്റെയും രാജ്യാന്തര തലത്തിൽ ഇന്ത്യൻ ദേശീയ ടീമിലെയും അവിഭാജ്യ ഘടകമാണ് ജയ്സ്വാൾ. ഇവയെല്ലാം റോയൽസിന്റെ അടുത്ത ക്യാപ്റ്റനാക്കാൻ ജയ്സ്വാളിന്റെ സാധ്യതകൾക്ക് പ്ലസ് പോയിന്റ് ആണെങ്കിലും പക്ഷേ അദ്ദേഹത്തിനെ ഓവർടേക്ക് ചെയ്ത് പരാഗിന് ക്യാപ്റ്റനായി അവസരം ലഭിച്ചതിന് പിന്നിൽ അമ്മാവന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അണിയറയിലെ സംസാരം. സഞ്ജുവില്ലെങ്കിൽ നായകനായി പരാഗ് മതിയെന്ന് രഞ്ജിത്ത് ബർത്താക്കൂർ ആവശ്യപ്പെട്ടിരുന്നതായാണ് റിപ്പോർട്ടുകൾ. അന്ന് മുഖ്യ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡിന് പോലും ഇതിനോട് അനുകൂല നിലപാടുണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന PTIയുടെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. പരാഗിനെ സ്ഥിരം ക്യാപ്റ്റനാക്കി പുതിയ ലുക്കിലുള്ള ഒരു റോയൽസ് ടീമിനെ വാർത്തെടുക്കാനുള്ള പ്ലാനാണ് ബർത്താക്കൂർ അണിയറയിൽ നടത്തുന്നത്. ഇതിനെക്കുറിച്ച് സഞ്ജുവിനും വ്യക്തമായി അറിയാമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇനിയും റോയൽസിൽ തുടർന്നാൽ അത് തന്റെ കരിയറിനെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം കണക്കുകൂട്ടുന്നു. പരാഗ് സ്ഥിരം നായക സ്ഥാനത്തേക്ക് വരികയും സഞ്ജുവിന് അദ്ദേഹത്തിന്റെ കീഴിൽ കളിക്കേണ്ടി വരികയും ചെയ്താൽ അത് സഞ്ജുവിന്റെ കരിയറിന് വലിയ ക്ഷീണമുണ്ടാക്കും. കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിയുടെ വരവോടെ ഓപ്പണിംഗ് സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമായി കഴിഞ്ഞു. ഇനി ക്യാപ്റ്റൻസിയുടെ കൈവിട്ടാൽ സഞ്ജുവിന് വലിയ തിരിച്ചടിയായി മാറും. അതേസമയം രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനം രാഹുൽ ദ്രാവിഡ് രാജിവെക്കാനുള്ള പ്രധാന കാരണം ടീം ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരാഗിന്റെ ക്യാപ്റ്റൻസിയിൽ ദ്രാവിഡിന് തുടക്കം മുതൽ തന്നെ സംശയങ്ങളുണ്ടായിരുന്നു. സഞ്ജുവിന് പകരം പരാഗിനെ നായകനാക്കുന്നതിന് ദ്രാവിഡിന് താല്പര്യമില്ലായിരുന്നുവെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അടുത്ത സീസണിലേക്ക് രാജസ്ഥാന് വേണ്ടി കളിക്കാനില്ലെന്ന് സഞ്ജു ഫ്രാഞ്ചൈസിയെ അറിയിച്ചതിനു പിന്നാലെ ദ്രാവിഡ് പരിശീലക സ്ഥാനം ഒഴിഞ്ഞത് ഇതിനോട് കൂട്ടി വായിക്കേണ്ടി വരും.